PSC ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള 2024 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 2 വീഡിയോ കഴിഞ്ഞു, അത് നിങ്ങൾ കാണുക. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വിശേഷാൽ പതിപ്പ് 65ാം വിശേഷാൽ പതിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ കാണുക. രാവിലെ 5 മണിക്ക് പ്രസ്താവന ചോദ്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് ഇടുന്നുണ്ട്. വൈകിട്ട് 6 മണിക്ക് കറണ്ട് അഫയേഴ്സും 8 മണിക്ക് അതർ ടോപ്പിക്സ് ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട്. എല്ലാം കാണുക. അപ്പം നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 2024 എത്ര പേർക്കാണ് പത്മശ്രീ പ്രഖ്യാപിച്ചത്? 110 പേർക്ക്. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയല്ല വേണ്ടത്, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു ഇൻഫർമേഷനാണ്, ഒരു വിവരമാണ്. ഒരു പത്രം വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയെടുക്കുന്നത്? ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കാൻ. അല്ലാതെ പഠിക്കാനിരിക്കുകയാണെന്നൊരു മൈൻഡ് സെറ്റിൽ ഇരുന്നാൽ ഒന്നും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കേൾക്കാൻ എന്നുള്ള രീതിയിലിരിക്കുക. ഞാൻ പറയുന്ന വിവരങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഇപ്പോൾ പല പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതല്ലേ, ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു മൈൻഡിലിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 2024 പത്മ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പത്മശ്രീ പ്രഖ്യാപിച്ചത് 2024 110 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇൻഫർമേഷൻ അല്ലേ? 110 പേർക്കാണ് ഇത്തവണ പത്മശ്രീ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലാണ് നിങ്ങളിതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പത്മശ്രീക്ക് അർഹനായ സദനം ബാലകൃഷ്ണൻ ഏത് നിലയിലാണ് പ്രസിദ്ധനെന്ന്? നിങ്ങൾ സദനം ബാലകൃഷ്ണൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം കഥകളി ആയിട്ട് ബന്ധപ്പെട്ട ആളാണ്. കഥകളി കലാകാരനാണ്. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനാണ്. സദനം ബാലകൃഷ്ണൻ. ഇനി എവിടെയെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു കഥകളി കലാകാരനാണ്, സദനം ബാലകൃഷ്ണൻ. അപ്പോൾ 2 ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? അത് പഠിക്കേണ്ട കാര്യമില്ല. 110 പേർക്ക് പത്മശ്രീ കൊടുത്തിട്ടുണ്ട് ഈ വർഷം 2024. ഇനി പത്മശ്രീക്ക് അർഹനായ സത്യനാരായണ ബലേരി. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പേര് കേട്ടിട്ടുണ്ട്, സത്യനാരായണ ബലേരി. ഇദ്ദേഹം നെൽകർഷകൻ. അപ്പോൾ ഇനി ഓർക്കുമല്ലോ, സത്യനാരായണ ബലേരി എന്ന് കേൾക്കുമ്പോൾ ഒരു നെൽകർഷകനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റണം. ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അടുത്തത് പത്മശ്രീ ജേതാവായ EP നാരായണൻ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ്. അതേപോലെ 2024 മരണാനന്തര ബഹുമതിയായി പത്മശ്രീക്ക് അർഹനായ മലയാളിയായ വിദ്യാഭ്യാസ വിദഗ്ധനാണ് ചിത്രൻ നമ്പൂതിരിപ്പാട്. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ റിവേഴ്സ് ഓർഡറിൽ പഠിക്കണം. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു തന്നെന്താ, പത്മശ്രീക്ക് അർഹനായ സദനം ബാലകൃഷ്ണൻ ഏത് നിലയിലാണ് പ്രസിദ്ധൻ? കഥകളി. അതേപോലെ പത്മശ്രീക്ക് അർഹനായ സത്യനാരായണ ബലേരി ഏത് നിലയിലാണ് പ്രസിദ്ധൻ? നെൽകർഷകൻ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ ഞാൻ പറയാണ്. ഇപ്പം നെൽകർഷകൻ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ പഠിച്ചതിൽ ഏതാണ്, ആരുടെ പേരാണെന്ന് നിങ്ങൾക്ക് തിരിച്ച് ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പം കഥകളി എന്ന് പറയുമ്പോൾ കഥകളി നടനെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു. അതാരാണ്? ഇപ്പോൾ സദനം ബാലകൃഷ്ണൻ. അതേപോലെ നിങ്ങൾ റിവേഴ്സ് ഓർഡറിൽ പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. 2ാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിന്റെ വേദി ദുബായ് ആണ്. ഓർത്തിരിക്കുക, ആയുഷാണ് അല്ലേ? ആയുഷ് മന്ത്രാലയം ഇതൊക്കെ നമ്മുടെ അല്ലേ? അപ്പോൾ അതിന്റെ കോൺഫറൻസിന്റെ വേദി, 2ാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിന്റെ വേദി എന്ന് പറയുന്നത് ദുബായ് ആണ്. ശ്രദ്ധയോടെ കേൾക്കുക, 2ാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിന്റെ വേദി ദുബായ് ആണ്. അടുത്തൊരു പോയിന്റ് നോക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം രോഹിത് ശർമ്മയാണ്. ഞാൻ കുത്തിയിരുന്ന് പിന്നീട് പഠിക്കേണ്ട ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധയോടെ കേൾക്കാൻ പറയുന്നത്. ഒരു ഇൻഫർമേഷനാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം രോഹിത് ശർമ്മയാണ്. അന്താരാഷ്ട്ര 2020 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ് അല്ലേ? കഴിഞ്ഞിടക്ക് കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി അരുണാചൽ പ്രദേശാണ്. അതുപോലെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ വേദി എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കഴിഞ്ഞിടക്ക് നടന്നതാണല്ലോ. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ വേദി ബയോ 360 ലൈഫ് സയൻസസ് പാർക്ക് തോന്നയ്ക്കൽ, തിരുവനന്തപുരം ജില്ലയിൽ അല്ലേ? ഇത് സാധ്യതയുണ്ട് കേട്ടോ, ഇത് സാധ്യതയുണ്ട്. ബയോ 360 ലൈഫ് സയൻസസ്, ഇതൊന്ന് നോട്ട് ചെയ്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചു. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ വേദി ബയോ 360 ലൈഫ് സയൻസസ് പാർക്ക് തോന്നയ്ക്കലാണ്. അടുത്തത് രാജാ രവിവർമ്മ അവാർഡ് അല്ലേ? 2022 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായരാണ്. ഇദ്ദേഹത്തിന് 3 ലക്ഷം രൂപയാണ് പുരസ്കാര തുകയായിട്ട് കിട്ടിയിട്ടുള്ളത്. അടുത്തൊരു പോയിന്റാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടി
ഇവിടെ വേദി എന്ന് പറയുന്നത് ഉഗാണ്ടയാണ്. ഉഗാണ്ട ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ രണ്ട് ചേരികളായിട്ട് തിരിയുമ്പോൾ ഈ രണ്ട് ചേരിയിലും പെടാതെ ന്യൂട്രലായി നിന്നുകൊണ്ട് നമ്മുടെ അഭിപ്രായം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചേരിചേരാ നയം എന്ന് പറയുന്നത്. അത് നമ്മുടെ നെഹ്റു വി കെ കൃഷ്ണമേനോനും ഒക്കെ ചേർന്നിട്ടാണ് ഈ നയം രൂപീകരിച്ചിട്ടുള്ളത്. ഗമാൽ അബ്ദുൽ നാസർ, അങ്ങനെ കുറേ പേരുണ്ട് അല്ലെ, മാർഷൽ ടിറ്റോ. അപ്പോൾ അതൊരു നല്ലൊരു നീക്കമാണ്. അതായത് ഒരു പ്രശ്നം ഉണ്ടാകാതെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് ന്യൂട്രലായിട്ട് ഇടപെടുന്നത്. ഈ ചേരിചേരാ പ്രസ്ഥാനം കുറച്ച് നാളായിട്ട് അതിൽ മീറ്റിങ്ങുകളൊന്നും നടക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും അതിൻ്റെ മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ലോകത്തിൽ ഉക്രൈൻ റഷ്യ യുദ്ധം അല്ലെ, ഇസ്രയേൽ പലസ്തീൻ യുദ്ധം, ഇങ്ങനെ പല പല യുദ്ധങ്ങളും അത് ഒരു പരിധി വിട്ടാൽ ലോകത്തിന് മൊത്തത്തിൽ പ്രശ്നമാകും. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിന് പ്രാധാന്യമുണ്ട്. കാരണം പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് അല്ലെ, ഒരു വലിയ അടുത്ത മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാതെ ഇരിക്കുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മീറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത്, ആ നമ്പരും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. 19ാമത് എന്നുള്ള നമ്പരും ഇമ്പോർട്ടൻസ് ഉണ്ട്. 19ാമത് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ഉഗാണ്ടയാണ്. മറന്നു പോകരുത് കേട്ടോ. ഞാൻ എടുത്തു പറയുന്നത് അങ്ങനെ തന്നെ ഓർത്തിരിക്കണം. ഗ്വാട്ടിമാലയുടെ പുതിയ പ്രസിഡന്റ് ബെർണാഡോ അരവലോ. 15ാമത് അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് 2024 വേദി ദക്ഷിണാഫ്രിക്കയാണ്. 15ാമത് അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് 2024 അല്ലേ, അതിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. അടുത്തത് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ പുരുഷ താരമാണ് രോഹിത് ശർമ്മ. അപ്പോൾ 2020 ഏറ്റവും കൂടുതൽ 2020 ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ പുരുഷ താരമൊന്നും പഠിച്ചു, രോഹിത് ശർമ്മ അല്ലേ, രോഹിത് ശർമ്മ. അപ്പോൾ നമ്മൾ ഈ റെക്കോർഡുകളൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പോർട്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്തൊരു ചോദ്യം നോക്കാം. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ 16 സിക്സർ അടിച്ചു ഒരു ഇന്നിങ്സിൽ എന്ന റെക്കോർഡ് പങ്കിടാൻ യോഗ്യത നേടാനാണ് ഫിൻ അലൻ, ന്യൂസിലൻഡിൻ്റെ ഫിൻ അലനാണ്. എന്താണ് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ 16 സിക്സറുകൾ എന്ന റെക്കോർഡ് പങ്കിടാൻ യോഗ്യത നേടിയത് ഫിൻ അലനാണ്. ഈയിടെ അന്തരിച്ച മുനവർ റാണ ഏത് ഭാഷയിലെ കവിയാണ്? ഇദ്ദേഹം ഉറുദു. മുനവർ റാണ ഉറുദു ഭാഷയിലെ കവിയാണ്. തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ വനത്തിനകത്ത് ജീവഹാനിക്ക് നൽകുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. വനത്തിന് പുറത്ത് 2 ലക്ഷം രൂപ. അപ്പോൾ വനത്തിൽ ഉള്ളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ആക്രമണം ഉണ്ടായി മരിക്കുന്നതെങ്കിൽ 10 ലക്ഷം രൂപയും, വനത്തിന് പുറത്ത് വെച്ചിട്ടാണെങ്കിൽ 2 ലക്ഷം രൂപയും കിട്ടും. ഏതൊക്കെ ജീവികളാണ്? തേനീച്ച, കടന്നൽ അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതൊക്കെ എങ്ങനെ ആർക്ക് കടി കിട്ടാനാണെന്ന്. പക്ഷേ ഇത് ശേഖരിക്കാൻ പോകുന്നവരെ റിസ്ക് എടുത്തിട്ടാണ് ഇത് ശേഖരിക്കുന്നത്, അവരുടെ കാര്യമാണ്. 2024 മാർച്ചിൽ കേരളത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വർക്കലയാണ്. സർഫിംഗ് ഫെസ്റ്റിവൽ 2024 മാർച്ചിൽ, അതായത് ഇപ്പോൾ ഈ മാസം അല്ലേ, കേരളത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വർക്കലയാണ്. 2024 മാർച്ചിൽ കേരളത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി വാഗമണ്ണാണ്. അത് വാഗമണ്ണിലാണ് എപ്പോഴും നടക്കാറുള്ളത്, പാരാഗ്ലൈഡിങ് അല്ലേ. 2024 മാർച്ചിൽ കേരളത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി വാഗമണ്ണാണ്. 2024 ഏപ്രിലിൽ മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് മാനന്തവാടിയാണ്. മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്, ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ, വർക്കലയോ വാഗമണ്ണോ മാനന്തവാടിയോ. അടുത്തത്, ഒറ്റിക്കൊടുത്താലും എൻ സ്നേഹമേ എന്ന പുസ്തകം രചിച്ചത് പ്രഭാവർമ്മയാണ്. ഒറ്റിക്കൊടുത്താലും എൻ സ്നേഹമേ എന്നുള്ള വരിയാണ്. ഒറ്റിക്കൊടുത്താലും എൻ സ്നേഹമേ എന്ന പുസ്തകം രചിച്ചത് പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ. അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂരിലെ ഗതാഗത മന്ത്രിയാണ് എസ് ഈശ്വരൻ. ആ പേരും സ്വഭാവമായിട്ട് ചേരുന്നില്ല അല്ലേ. അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂരിലെ ഗതാഗത മന്ത്രിയാണ് എസ് ഈശ്വരൻ. ഈയിടെ അന്തരിച്ച പോൾ വോൾട്ട് താരം ഷോൺ ബാർബർ ഏത് രാജ്യക്കാരനാണ്? കാനഡ. ഈയിടെ അന്തരിച്ച പോൾ വോൾട്ട് താരം ഷോൺ ബാർബർ കാനഡക്കാരനാണ്. കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊസസ്സറാണ് കൈരളി അല്ലെ. കേരള യൂണിവേഴ്സിറ്റിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച ഇന്റലിജൻസ് പ്രൊസസ്സറാണ് കൈരളി എന്ന് പറയുന്നത്. സശസ്ത്ര സീമാ ബെല്ലിന്റെ പുതിയ ഡയറക്ടർ ദൽജിത് സിംഗ് ചൗധരിയാണ്. ഇത് തുപ്പൽ തെറിക്കുന്ന ഒരു വാക്കാണല്ലേ. സശസ്ത്ര സീമാ ബെല്ലിന്റെ പുതിയ ഡയറക്ടർ ദൽജിത് സിംഗ് ചൗധരിയാണ്. 2024 ജനുവരിയിൽ ചിലിയിലെ ഒജോസ് ഡെൽ സലാഡോ അഗ്നിപർവ്വതം കീഴടക്കിയ മലയാളി ഷെയ്ഖ് ഹസൻ ഖാൻ അല്ലേ.
ഒജോസ് എൽ സലാഡോ, നിങ്ങൾ എൽ ഡൊറാഡോ എന്നൊക്കെ അല്ലെ KGF സിനിമയിൽ കേട്ടിട്ടുണ്ട്, അതുപോലെ ഒരു പേരാണ്. എന്താണ്? ചിലിയിലെ ഒജോസ് ഡെൽ സലാഡോ. അഗ്നിപർവ്വതം കീഴടക്കിയ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. അപ്പോൾ അടുത്തൊരു ചോദ്യം, 2024 ഫോബ്സ് മാസിക പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി എന്ന് പറയുന്നത് കുവൈറ്റ് ദിനാറാണ്. 2024 ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി കുവൈറ്റ് ദിനാറാണ്. 2024 കിഡ്സ് അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ കിരീടം നേടിയത് മലപ്പുറമാണ്. 2024 കിഡ്സ് അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ കിരീടം നേടിയത് മലപ്പുറം. 2024 ജനുവരിയിൽ സോരയ്യ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാനാണ്. ആ പേരിൽ അല്ലെ, പേര് വെച്ചിട്ട് തന്നെ നമുക്ക് ചില രാജ്യങ്ങളെ കിട്ടും അല്ലെ, ഇങ്ങനെ ഒരു പേര് അല്ലെ, സോരയ്യ ഉപഗ്രഹം ഇറാനാണ്. ചിലപ്പോൾ ചോദിച്ചേക്കാം. 2024 മുതൽ 28 വരെയുള്ള IPLന്റെ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പാണ് അല്ലെ, ടാറ്റ ഗ്രൂപ്പ്. 2024 മുതൽ 28 വരെ 4 വർഷത്തേക്ക് IPL ആണ്, ഇന്ത്യൻ പ്രീമിയർ ലീഗ് അല്ലെ, IPLന്റെ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെങ്കിലേ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. രാവിലെ 5 മണിക്ക് പ്രസ്താവനാ ചോദ്യങ്ങളും 6 മണിക്ക് കറണ്ട് അഫയേഴ്സും ഒക്കെ ഇടുന്നുണ്ട്. വൈകിട്ട് 6 മണിക്ക് കറണ്ട് അഫയേഴ്സും രാവിലെ 5 മണിക്ക് പ്രസ്താവനാ ചോദ്യങ്ങളും 8 മണിക്കും വൈകിട്ട് 3 മണിക്കും രാത്രി 8 മണിക്കും അതർ ടോപ്പിക്കുകളൊക്കെ ഇടുന്നുണ്ട്. നിങ്ങളിതൊക്കെ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്താൻ തന്നെ ഭാഗ്യമുണ്ടായത് നിങ്ങൾക്ക് ജോലി കിട്ടാൻ സമയം എടുത്തിരിക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഈ ചെറിയൊരു ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതായത് ഇതിൻ്റെ പരീക്ഷകളൊക്കെ ടെലഗ്രാം ചാനൽ നടത്തുന്നുണ്ട്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എന്ത് പഠിക്കണമെന്ന് കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് ഈ ഒരു പുസ്തകം ഇറക്കുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെയ്യാമെന്ന് എനിക്കൊരു ഐഡിയ തോന്നി, അത് ചെയ്യുന്നു. അത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. നിങ്ങളിൽ ആർക്കൊക്കെയോ അതിനുള്ള ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഭാഗ്യവതികളൊക്കെ നിങ്ങളാകട്ടെ. അപ്പം നന്നായിട്ട് പഠിക്കുക. ലോട്ടറിയുടെ പരസ്യം പോലെ അല്ലേ, ഇതൊരു ലോട്ടറിയാണ്. ജോലി കിട്ടിയാൽ ലൈഫ് തന്നെ സെറ്റിൽഡ് ആവും. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ പരമ്പര തന്നെ വേറൊരു ലെവലിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സമൂഹത്തിലൊരു സ്റ്റാൻഡേർഡ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, ഫിനാൻഷ്യൽ ഫ്രീഡം, അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നു. ഇത് നോക്കണം കേട്ടോ, നല്ല പോയിന്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വരുന്നത് ബംഗളൂരുവിലാണ്. ഓങ്കോളജി അറിയാമല്ലോ, ഓങ്കോളജി എന്താ, ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വരുന്നത് ബംഗളൂരു. ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചോ, ബംഗളൂരുവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. IUCN റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ അടുത്തിടെ ഉൾപ്പെട്ട ജീവി ഹിമാലയൻ ചെന്നായയാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം റെഡ് ലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കത് സങ്കടമുള്ള കാര്യമാണ് അല്ലേ, വംശനാശം വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. IUCN അല്ലേ, IUCN റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ അടുത്തിടെ ഉൾപ്പെട്ട ജീവിയാണ് ഹിമാലയൻ ചെന്നായ. വംശനാശം വന്നുകൊണ്ടിരിക്കുന്നതാണ് ഹിമാലയൻ ചെന്നായ എന്ന് ഓർക്കുക. 2024 ഏഷ്യൻ മാരത്തൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം മാൻസിംഗ് ആണ് അല്ലേ. അത് കൊള്ളാം അല്ലേ, മാൻ എന്ന് പറഞ്ഞാൽ ചാടി പെട്ടെന്ന് പോകണല്ലേ. അപ്പോൾ മാൻസിംഗ് അല്ലേ, നമ്മൾ കളിയാക്കുന്നതല്ല, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേഗത്തിൽ അല്ലേ പോയി സ്പീഡ് കൂട്ടി ഏഷ്യൻ മാരത്തൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി എന്ന് ഓർക്കാം. 2024 മാൻസിംഗ്. ഗ്ലോബൽ ഫയർ പവർ 2024 റാങ്കിംഗ് പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം USA ആണ്. റഷ്യയും ചൈനയുമാണ് അടുത്ത സ്ഥാനങ്ങളിൽ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. യുവമാരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഏറ്റവും ടോപ്പിൽ അല്ലേ. ഇതൊക്കെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് പക്ഷേ ഓർത്തിരിക്കേണ്ടതാണ്. ഗ്ലോബൽ ഫയർ പവർ 2024 ആ റാങ്കിങ് ഓർക്കണം. ഗ്ലോബൽ ഫയർ പവർ 2024 റാങ്കിങ് പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം USA. തൊട്ട് പിന്നിൽ റഷ്യയും അതിൻ്റെ പിന്നിൽ ചൈനയും ഉണ്ട്. 2023 മികച്ച ക്രിക്കറ്റർക്കുള്ള BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. 2023 കേട്ടോ, നോട്ട് ചെയ്തോളുക, ചിലപ്പോൾ ചോദിച്ചേക്കാം. 2023 മികച്ച ക്രിക്കറ്റർക്കുള്ള BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. അതേപോലെ മരണാനന്തര ബഹുമതിയായി 2024 ഭാരതരത്നയ്ക്ക് 2024 ഭാരതരത്നയ്ക്ക് അർഹനായ മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി ഠാക്കൂർ. 2 പ്രാവശ്യം ഇദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. അപ്പോൾ മരണാനന്തര ബഹുമതിയായി 2024 ഭാരതരത്നയ്ക്ക് അർഹനായ മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി ഠാക്കൂർ. 2 പ്രാവശ്യം ഇദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2024 അർഹരായത് ഫറോക്ക് എഞ്ചിനീയർ രവിശാസ്ത്രി എന്നിവരാണ്. CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2024
2024 അർഹനായത് ഫറോക്ക് എഞ്ചിനീയർ രവിശാസ്ത്രി എന്നിവരാണ്. ഫറോക്ക് എഞ്ചിനീയർ രവിശാസ്ത്രി എന്നിവരാണ്. അടുത്ത ഒരു പോയിന്റ് നോക്കാം. 96ാമത് ഓസ്കാർ അവാർഡ് സാധ്യതയും 96ഉം 95ഉം സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും സാധ്യത 96ാമതാണ്. 96ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററിയാണ് ടു കിൽ എ ടൈഗർ. അത് കൊള്ളാം. ഇതൊന്ന് നോട്ട് ചെയ്യാച്ചാൽ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരിക്കുക. ടു കിൽ എ ടൈഗർ എന്ന് കേൾക്കുമ്പോൾ അതൊരു ഇന്ത്യൻ ഡോക്യുമെന്ററി ആണ് കേട്ടോ. 96ാമത് ഈ ലേറ്റസ്റ്റ് നടന്ന 96ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററിയാണ് ടു കിൽ എ ടൈഗർ. WTOയുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOയുടെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വേദി അബുദാബി. WTOയുടെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി അബുദാബി. WTOയുടെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി അബുദാബി. 2024 ജനുവരിയിൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഇഷ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചുഴലിക്കാറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്യണം. ഇത് ഇഷയാണ്. 2024 ജനുവരിയിൽ യുണൈറ്റഡ് കിങ്ഡം യുകെയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇഷ ചുഴലിക്കാറ്റ്. ഇഷ ചുഴലിക്കാറ്റ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ചുഴലിക്കാറ്റൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇഷ ചുഴലിക്കാറ്റ്. അടുത്തിടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 1 കോടി വീടുകൾ സോളാർ റൂഫ് ടോപ്പ് ആക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. അടുത്തിടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 1 കോടി വീടുകൾ 1 കോടി വീടുകൾ സോളാർ റൂഫ് ടോപ്പ് ആക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഇന്ത്യൻ നേവിയുടെ 2ാമത്തെ വെരി ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് തെലങ്കാനയിലാണ്. ഇന്ത്യൻ നേവിയുടെ 2ാമത്തെ വെരി ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് തെലങ്കാനയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ്, മനസ്സിലാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞാലും ചിലതൊക്കെ വലിയ പാടാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ടെക്നിക്കേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ, റിവിഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇത് കേൾക്കുക എന്നുള്ളതാണ്, മനസ്സിരുത്തി കേൾക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് നോട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. എല്ലാം നോട്ട് എഴുതി വെക്കാൻ നമുക്ക് പ്രായോഗികമല്ല. അത്രയും നോട്ട് എഴുതണമെങ്കിൽ നമുക്ക് സമയം അത് മെനക്കെടുകയും ചെയ്യും. അതുകൊണ്ട് ഇതേപോലുള്ള ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് തോന്നുന്നതും ഞാൻ പറയുന്നതുമായിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ ഇത് ഈ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇങ്ങനെ കാണുക, രണ്ടാമത് ഇത് കാണുമ്പോൾ നിങ്ങൾ 2x സ്പീഡിലിട്ടത് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കത് റിഫ്രഷ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ എൻ്റെ പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്യുക ടെലഗ്രാം ചാനലിൽ. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഞാനിങ്ങനെ ഒരു എഫർട്ട് എടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥത കാണിച്ച് പഠിക്കുന്നവർ ഉറപ്പായിട്ടും ജോലിയിൽ കയറും. നിങ്ങൾ വിഷമിക്കേണ്ട സംഗതികളൊന്നുമില്ല. ഇത്രയൊക്കെ ഒരു ഭയങ്കര പാടാണല്ലോ അങ്ങനെയൊന്നും ഓർക്കണ്ട. കാരണം എത്ര പാടാണെങ്കിൽ ശരി, നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന ഒരു പരീക്ഷയാണെങ്കിൽ ആ പരീക്ഷയിൽ എത്ര ടഫ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കത് സിമ്പിളായിരിക്കും. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നവന് ചിലപ്പോൾ ടഫായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സിമ്പിളായിരിക്കും. എത്ര ടഫ് പരീക്ഷയാണെങ്കിലും ആ ഒരു വിശ്വാസത്തിൽ തന്നെ പോവുക. ഇത്രയും നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ പരീക്ഷ ഉറപ്പായിട്ടും സിമ്പിളായിരിക്കും. നിങ്ങൾക്കറിയാവുന്നത് മാത്രമേ വരൂ ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ എനിക്കറിയാവുന്നത് വരണേ എന്ന് പ്രാർത്ഥിക്കണം. അതായത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന, അത് വേറെ എന്ത് ടഫ് ക്വസ്റ്റ്യൻ എന്തും വന്നോട്ടെ, പക്ഷേ എനിക്കറിയാവുന്നത് വരണമെന്ന് വേണം പ്രാർത്ഥിക്കാൻ. അതെനിക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റിയിടണമെന്നും പ്രാർത്ഥിക്കുക. ആ 1.25 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ ആ പരീക്ഷാ ടൈം ആത്മസംയമനത്തോടെ, കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകാതെ അല്ലെങ്കിൽ കൂടുതൽ നിരാശ തോന്നാതെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി തരണേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങൾ അങ്ങനെയൊക്കെയാണോ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തോട്. എനിക്കറിയാവുന്നത് പരീക്ഷയ്ക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കുക. വല്ലതും വന്നിട്ട് കാര്യമില്ല. പിന്നെ രണ്ടാമത് ആ 1.25 മണിക്കൂർ ആത്മസംയമനത്തോടെ, കൂടുതൽ നല്ല ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകാതെ, അതേപോലെ ടഫ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൂടുതൽ നിരാശയിലേക്ക് പോകാതെ സംയമനത്തോടെ അല്ലെങ്കിൽ സമചിത്തതയോടെ ആ പരീക്ഷയെ 1.25 മണിക്കൂർ കൊണ്ട് കൈകാര്യം ചെയ്ത് എഴുതാനുള്ള കപ്പാസിറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക. ഇത് നിങ്ങളുടെ പരീക്ഷയാണ്, നിങ്ങൾക്ക് കിട്ടും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇന്ത്യയും ഫ്രാൻസും UAEയും ചേർന്ന് 2024 അറബിക്കടലിന് മുകളിൽ നടത്തിയ വ്യോമാഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയും ഫ്രാൻസും ആണ് കേട്ടോ. രാജ്യങ്ങൾ ഓർത്തിരിക്കുക, ഇന്ത്യ ഫ്രാൻസ്. ഡെസേർട്ട് നൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരെണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു രാജസ്ഥാനിൽ അല്ലേ. അപ്പോൾ അതേപോലെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ സംയുക്ത സൈനിക അഭ്യാസമൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ത്യയും ഫ്രാൻസും ഒരു രാജ്യം കൂടെ ഉണ്ട് UAEയും. ഇന്ത്യയും ഫ്രാൻസും UAEയും ചേർന്ന് 2024 അറബിക്കടലിന് മുകളിൽ നടത്തിയ വ്യോമാഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇതാണ് 108 വേദികളിലായി
108 വേദികളിലായി 50,000 പേർ ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്ത് റെക്കോർഡ് സ്ഥാപിച്ച സംസ്ഥാനം ഗുജറാത്ത്. 108 വേദികളാണ്. വേദികൾ 108 വേദികളാണ്. 50,000 പേരാണ്. 50,000 പേർ അല്ലെ, ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്ത് റെക്കോർഡ് സ്ഥാപിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. കേട്ടാൽ നമുക്ക് മനസ്സിലാകും. ഗുജറാത്തിൽ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി, 108 വേദികളുണ്ട് ഗുജറാത്തിൽ. അവിടെ എല്ലാവരും കൂടെ 50,000 പേർ ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്ത് റെക്കോർഡ് സ്ഥാപിക്കുന്ന മനസ്സിൽ കാണാൻ പറ്റിയാൽ തന്നെ ഇതിനി പഠിക്കേണ്ടി വരത്തില്ല, കിട്ടും. മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ കൃഷിക്കും ഹോർട്ടിക്കൾച്ചറിനും ഭൂമി വാങ്ങുന്നത് നിരോധിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അതായത് ഉത്തരാഖണ്ഡിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ കൃഷിക്കും ഹോർട്ടിക്കൾച്ചറിനും ഭൂമി വാങ്ങുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ കൃഷിക്കും ഹോർട്ടിക്കൾച്ചറിനും ഭൂമി വാങ്ങുന്നത് നിരോധിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ പ്രകടനം വിലയിരുത്താൻ ഗുണോത്സവ് 2024 ആരംഭിച്ച സംസ്ഥാനം അസം ആണ്. ഗുണോത്സവം സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ പ്രകടനം വിലയിരുത്താൻ ഗുണോത്സവ് 2024 ആരംഭിച്ച സംസ്ഥാനം അസം ആണ്. അസം. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി യോഗ്യശ്രീ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഈ പദ്ധതികളൊക്കെ നോക്കിക്കോണം കേട്ടോ, പശ്ചിമ ബംഗാൾ. അപ്പോൾ യോഗ്യശ്രീ എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി യോഗ്യശ്രീ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി അല്ലേ. അതേപോലെ അടുത്തത്, ആരോഗ്യകരവും ശുചിത്വവുമുള്ള ഇന്ത്യയിലെ ആദ്യ ഭക്ഷണ തെരുവായ പ്രസാദം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ്. നമ്മൾ ഈ പ്രസാദം എന്നൊക്കെ കേൾക്കുമ്പോൾ മലയാളം വാക്കായിട്ട് തോന്നും. അപ്പോൾ ഇത് ചോദിക്കാൻ പറ്റുന്ന, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആരോഗ്യകരവും ശുചിത്വവുമുള്ള ഇന്ത്യയിലെ ആദ്യ ഭക്ഷണ തെരുവായ പ്രസാദം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശ്. നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി, നല്ല വൃത്തിയുള്ള വെടിപ്പുള്ള അല്ലെ ഒരു ഭക്ഷണ തെരുവ്. അങ്ങനെ സങ്കല്പിച്ച് നോക്കുക. അതെവിടെ? ഇവിടെയല്ല, മധ്യപ്രദേശിൽ. ആ തെരുവിന്റെ പേരാണ് പ്രസാദം അല്ലെ. അതേപോലെ അടുത്തിടെ രാംലാല ദർശൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. രാംലാല ദർശൻ അല്ലെ, നമ്മുടെ അയോധ്യയിലെ രാംലല്ല അല്ലെ, ചെറിയ അല്ലെ ബാലമുരുകൻ എന്നാണ് അല്ലെ, മുരുകനല്ല, നമ്മുടെ രാമൻ അല്ലെ, രാംലല്ല ചെറിയ രാമൻ എന്നുള്ള അല്ലെ, രാംലല്ല. അപ്പോൾ ഛത്തീസ്ഗഡ് രാംലല്ല ദർശൻ പദ്ധതി ആരംഭിച്ചത് ഛത്തീസ്ഗഡ് ആണ്. സാമൂഹികവും വൈകാരികവുമായ പഠനം പ്രോത്സാഹിപ്പിക്കാൻ സഹർഷ് എന്ന വിദ്യാഭ്യാസ പരിപാടി അവതരിപ്പിച്ച സംസ്ഥാനം ത്രിപുരയാണ്. ഇത് നോട്ട് ചെയ്യണം കേട്ടോ, ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഈ ഒരു ബോക്സ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം, അല്ലെങ്കിൽ ത്രിപുരയിലെ സഹർഷ്, ഇതൊക്കെ, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ യോഗ്യശ്രീ. നിങ്ങൾ കണ്ടല്ലോ ആ സംഭവങ്ങളൊക്കെ, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ പറയുന്ന ഇതൊന്ന് യോഗ്യശ്രീ കണ്ട, യോഗ്യശ്രീ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രസാദം പദ്ധതി പിന്നെന്താണ് പ്രസാദം പദ്ധതി, പിന്നെ സഹർഷ് കണ്ട. അപ്പോൾ ഇതൊക്കെ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പദ്ധതികൾ എന്തായാലും ചോദിക്കാറുള്ളതാണ്. PSCയുടെ ഒരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ് പദ്ധതി എന്ന് പറയുന്നത്. രാജ്യത്താദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേട്ടോ. രാജ്യത്താദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം കേരളമാണ്. വിദ്യാഭ്യാസ ഉന്നമനത്തിനായി എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇതൊരു മലയാളീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ എന്തായാലും ഹിന്ദിയിലായിരിക്കും ഈ ടാഗ് ലൈൻ വരുന്നത്. എൻ്റെ സ്കൂൾ അല്ലെ എൻ്റെ അഭിമാനം. വിദ്യാഭ്യാസ ഉന്നമനത്തിനായി എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ലോകത്താദ്യമായി മെലാനിസ്റ്റിക് ടൈഗർ സഫാരി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ സിംലിപാൽ ടൈഗർ റിസർവിന് സമീപമാണ് ഇത് നിലവിൽ വരുന്നത്. ലോകത്തിലാദ്യമായി മെലാനിസ്റ്റിക് ടൈഗർ സഫാരി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. സിംലിപാൽ ടൈഗർ റിസർവിന് സമീപമാണ് നിലവിൽ വരുന്നത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. എന്തായാലും നമുക്ക് പരമാവധി 1 മണിക്കൂറെങ്കിലും എടുത്ത് ഇത് പരമാവധി തീർക്കാൻ പറ്റുന്ന തീർക്കാം. അപ്പോൾ അടുത്ത പേജിൽ വരുന്നത്, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് എവിടെയെന്നാണ്. അത് വിജയവാഡയിലാണ്. വിജയവാഡ. പ്രതിമയുടെ ഉയരം 125 അടിയും പീഠത്തിന്റെ ഉയരമായ 81 അടിയും ചേർത്ത് 206 അടിയാണ് ഉയരം. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അംബേദ്കറിന്റെ പ്രതിമ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണ്. പ്രതിമയുടെ ഉയരമായ 125 അടിയും പീഠത്തിന്റെ ഉയരമായ 81 അടിയും ചേർത്ത് 206 അടിയാണ് ഉയരം. അടുത്തത്, വിജയവാഡയിൽ സ്ഥാപിച്ച അംബേദ്കർ പ്രതിമയുടെ പേര് സ്റ്റാച്യു ഓഫ്
സോഷ്യൽ ജസ്റ്റിസ് എന്നാണ്. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. വിജയവാഡയിൽ സ്ഥാപിച്ച അംബേദ്കർ പ്രതിമയുടെ പേര് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ്. ഏത് അംബേദ്കർ പ്രതിമയുടെ റെക്കോർഡാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് മറികടന്നത്? അത് തെലങ്കാനയിലെ 175 അടി ഉയരമുള്ള പ്രതിമ. അന്ന് 50 അടി പീഠത്തിന്റെ ഉയരം ഉൾപ്പെടെ ആകെ 175 അടിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു റെക്കോർഡാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് മറികടന്നത്. അപ്പോൾ സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എവിടെയാണ്? വിജയവാഡയിൽ. അതിന്റെ മൊത്തം ഉയരം 206 അടിയാണ്. അതിൽ 125 അടി പ്രതിമയുടെ ഉയരവും 81 അടി പീഠത്തിന്റെ ഉയരവുമാണ്. അടുത്തൊരു പോയിന്റ്, ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂരാണ്. സാഹിത്യ നഗരമല്ലേ തൃശ്ശൂർ. അപ്പോൾ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂരാണ്. സാഹിത്യം, സംസ്കാരം, പുരോഗതി എന്നതാണ് പ്രമേയം. സാഹിത്യം, സംസ്കാരം, പുരോഗതി എന്നതാണ് പ്രമേയം. അടുത്ത ഒരു പോയിന്റ് നോക്കാം. ICC മെൻസ് 2020 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് 2023 അർഹനായത് സൂര്യകുമാർ യാദവ് ആണ്. സൂര്യകുമാർ യാദവ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുള്ള ബെസ്റ്റ് ക്രിക്കറ്റർ കഴിഞ്ഞ വർഷത്തെ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വിരാട് കോഹ്ലി അല്ലേ. അപ്പം ഇപ്പൊ പറയുന്നത് എന്താണ്? ICC മെൻസ് 2020 ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു ക്രിക്കറ്റിൽ 3 ഫോർമാറ്റ് ഉണ്ട്. ഏകദിന ക്രിക്കറ്റ് ഉണ്ട്, 2020 ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്. ഈ 3 ഫോർമാറ്റിലാണ് ക്രിക്കറ്റ് കളി നടക്കുന്നത്. അത് 2020 ക്രിക്കറ്റ് 20 ഓവർ ക്രിക്കറ്റാണ് 2020 എന്ന് പറയുന്നത്. ഏകദിനം 50 ഓവറാണ് അല്ലേ. ടെസ്റ്റിന് അങ്ങനെ ഓവർ വെച്ചിട്ടല്ല അല്ലേ. അപ്പോൾ ഇത് 2020 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് 2023 അർഹനായത് സൂര്യകുമാർ യാദവ് ആണ് അല്ലെ. സൂര്യകുമാർ യാദവ്. ICC വുമൻസ് 2020 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ഹെയ്ലി മാത്യൂസ് ആണ്. ഹെയ്ലി മാത്യൂസ് ഓസ്ട്രേലിയയുടെ പ്ലെയർ ആണ് അല്ലെ. ഹെയ്ലി മാത്യൂസ്. ICC വുമൻസ് 2020 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് 2023 അർഹനായത് ഹെയ്ലി മാത്യൂസ് ആണ്. ഓസ്ട്രേലിയയുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ICC വുമൻസ് 2020 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് 2023 ഇത് വുമൻസ് ആണ്, ഹെയ്ലി മാത്യൂസ്. അപ്പോൾ മെന്നാണെങ്കിൽ സൂര്യകുമാർ യാദവും വുമൺ ആണെങ്കിൽ ഹെയ്ലി മാത്യൂസും. ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സ്പെഷ്യൽ ഫോഴ്സ് സൈനികാഭ്യാസമായ ഖൻജാറിന്റെ 11ാമത് എഡിഷന് വേദിയായ സ്ഥലം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യ കിർഗിസ്ഥാൻ. ഹിമാചൽ പ്രദേശ് സെലക്ട് ചെയ്തതല്ല, ഇന്ത്യയും കിർഗിസ്ഥാനുമാണ്. അവർക്ക് അടുത്ത സ്ഥലമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സ്പെഷ്യൽ ഫോഴ്സ് സൈനികാഭ്യാസമായ ഖൻജാറിന്റെ 11ാമത് എഡിഷന് വേദിയായ സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. 2024 പ്രഖ്യാപിച്ച 2019-20 വർഷത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള BCCI പുരസ്കാരം അനന്ത പത്മനാഭൻ ലഭിച്ചു അല്ലെ. അനന്ത പത്മനാഭൻ നമ്മുടെ കേരള ക്രിക്കറ്റർ കൂടിയായിരുന്നു പഴയ അല്ലെ, അമ്പയർക്ക്. അപ്പോൾ എന്താണ് 2024 പ്രഖ്യാപിച്ച 2019-20 വർഷത്തെ മുമ്പുള്ള വർഷങ്ങളിലെയാണ് ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള BCCI പുരസ്കാരം നേടിയ മലയാളിയാണ് അനന്ത പത്മനാഭൻ. ഇന്ത്യയിലെ യുവശക്തിയെ ശാക്തീകരിക്കാൻ തയ്യാറാക്കിയ കൗശൽ ഭവൻ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു. ഇന്ത്യയിലെ യുവശക്തിയെ ശാക്തീകരിക്കാൻ തയ്യാറാക്കിയ കൗശൽ ഭവൻ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു ആണ്. നിങ്ങൾ ലൈക്ക് ചെയ്യാമെന്ന് നേരത്തെ വിചാരിച്ചിട്ട് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കഷ്ടപ്പെട്ട് തയ്യാറാക്കുന്ന വീഡിയോ ആണ്. നിങ്ങളുടെ ലൈക്കാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്താൽ വിചാരിച്ചതാണ്, പക്ഷെ ചെയ്തിട്ടില്ല. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ല, അതൊന്ന് ചെയ്തേക്കണേ. കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രി അത് എലിസബത്ത് ബോൺ. നമ്മൾ പുതിയ ഫ്രഞ്ച് പ്രധാനമന്ത്രിയെ പഠിച്ചല്ലേ, ഗബ്രിയേൽ അത്താൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഗബ്രിയേൽ അത്താൽ. അതേപോലെ നമ്മുടെ റിപ്പബ്ലിക് ദിന അതിഥി എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു അല്ലേ. ഇനി ഫ്രാൻസിന്റെ അടുത്ത പോയിന്റ് പറയുന്നുണ്ട്. ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് അല്ലേ, അതൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. 35-36 വയസ്സേ ഉള്ളൂ. ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഗബ്രിയേൽ അത്താൽ ആണ്. അപ്പോൾ എലിസബത്ത് ബോൺ രാജിവെച്ചതിന് ശേഷമാണ് ഗബ്രിയേൽ അത്താൽ വരുന്നത്. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. 15ാമത് കേരള നിയമസഭയുടെ
10ാം സമ്മേളനത്തിലാണ് ഈ പ്രസംഗം നടത്തിയത്. 1982 6ാമത് കേരള നിയമസഭയുടെ 7ാമത് സമ്മേളനത്തിൽ ജ്യോതി വെങ്കടാചലം നടത്തിയ പ്രസംഗത്തിന്റെ റെക്കോർഡാണ് മറികടന്നത്. അപ്പോൾ എന്താണ്, ഒന്നുകൂടെ പെട്ടെന്ന് കേട്ടപ്പം ഒന്നും പിടികിട്ടി കാണത്തില്ല, ഒന്നുകൂടി പറയാം, ശ്രദ്ധയോടെ കേട്ടോളൂ. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. 15ാമത് കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിലാണ് ഈ പ്രസംഗം നടത്തിയത്. ഇതിനു മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് 1982 6ാമത് കേരള നിയമസഭയുടെ 7ാമത് സമ്മേളനത്തിൽ ജ്യോതി വെങ്കടാചലം നടത്തിയ പ്രസംഗത്തിന്റെ റെക്കോർഡാണ് ഇദ്ദേഹം ഇപ്പോൾ മറികടന്നിട്ടുള്ളത്. അടുത്ത ഒരു പോയിന്റ് നോക്കാം. കേരളത്തിലെ ആദ്യ ജില്ലാ നൈപുണ്യ കേന്ദ്രം പ്രവർത്തനക്ഷമമായത് പാപ്പനംകോടാണ്. അപ്പോൾ എന്താണ്, കേരളത്തിലെ ആദ്യ ജില്ലാ നൈപുണ്യ കേന്ദ്രം പ്രവർത്തനമായത് പാപ്പനംകോട്, തിരുവനന്തപുരം ജില്ലയിലാണ് പാപ്പനംകോട്. അതേപോലെ ഞാൻ പറഞ്ഞു, നിങ്ങളിത് എല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട്. എനിക്കിത് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ കുറേ അവിയൽ പരിപാടി, ഇതിനകത്ത് ഒറ്റ പരിപാടിയുള്ളൂ, റിവിഷൻ. ഇത് 2ാമത് 3ാമതും ഒക്കെ ആയിട്ട് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിത് ഞാൻ പറഞ്ഞല്ലോ, ഇനി നിങ്ങൾ കാണുമ്പോൾ 2x സ്പീഡിലിട്ട് വീഡിയോ കേൾക്കാൻ ശ്രമിക്കുക, പ്ലേ ചെയ്യുക. നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആ സൈഡിലിരുന്ന് പ്ലേ ചെയ്തോട്ടെ, എങ്കിലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. കേരളത്തിലെ ആദ്യ ജില്ലാ നൈപുണ്യ കേന്ദ്രം പ്രവർത്തനക്ഷമമായത് പാപ്പനംകോട്, തിരുവനന്തപുരം ജില്ലയിൽ. എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് ഇന്ത്യ 2024 ആഘോഷിച്ചത്? ഇത് 75ാമത് റിപ്പബ്ലിക് ദിനമാണ് ഇന്ത്യ 2024 ആഘോഷിച്ചത്. 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ സ്മരണയ്ക്കായി ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പാൻ ഇന്ത്യ ക്യാമ്പയിനാണ് ഹമാരാ സംവിധാൻ ഹമാരാ സമ്മാൻ. അതൊക്കെ ചോദിക്കാം. 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ സ്മരണയ്ക്കായി ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പാൻ ഇന്ത്യ ക്യാമ്പയിനാണ്. എന്തെന്ന് പറയുന്നത്, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പാൻ ഇന്ത്യ ക്യാമ്പയിനാണ് ഹമാരാ സംവിധാൻ ഹമാരാ സമ്മാൻ. 2024 ജനുവരിയിൽ അന്തരിച്ച പത്മഭൂഷൺ ജേതാവായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് ഉസ്താദ് റഷീദ് ഖാൻ. 2024 ജനുവരിയിൽ അന്തരിച്ച പത്മഭൂഷൺ ജേതാവായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് ഉസ്താദ് റഷീദ് ഖാൻ. സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി 2023 അർഹനായത് പാറ്റ് കമ്മിൻസ് ആണ്. പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയ അല്ലേ? സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി 2023 അർഹനായത് പാറ്റ് കമ്മിൻസ് ആണ്. വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗോള ഓഹരി വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം 4 അല്ലേ? ഷെയർ മാർക്കറ്റിൽ 4. വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗോള ഓഹരി വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനത്തുണ്ട്. കേരള സംഗീത അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വേദി തൃശ്ശൂരാണ്. തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനം എന്നല്ലേ അറിയപ്പെടുന്നത്? കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വേദി എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ ടെസ്റ്റ് സെഞ്ചുറി നേടിയത് തന്മയ് അഗർവാൾ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ ടെസ്റ്റ് സെഞ്ചുറി നേടിയത് തന്മയ് അഗർവാൾ. 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. മുൻ ഹോക്കി താരം PR ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ്. മുൻ ഹോക്കി താരം PR ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ്. അന്താരാഷ്ട്ര ടെന്നീസ് പുരുഷ ഡബിൾസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണയാണ്. അന്താരാഷ്ട്ര ടെന്നീസ് പുരുഷ ഡബിൾസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ. മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ 2023 PT തോമസ് പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ M മാധവ് ഗാഡ്ഗിലിനാണ്. അപ്പോൾ നോക്കുക, മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ 2023 PT തോമസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് പ്രൊഫസർ M മാധവ് ഗാഡ്ഗിലിനാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഈ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, ബാക്കി വീഡിയോസൊക്കെ രാവിലെ 5 മണിക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഇടുന്നുണ്ട് അല്ലേ? വൈകിട്ട് 6 മണിക്ക് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി 8 മണിക്കും വൈകിട്ട് 3 മണിക്കും ഒക്കെ ആയിട്ട് നമ്മൾ അതർ ടോപ്പിക്സ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുക, പ്രയോജനപ്പെടുത്തുക. 2024 ജനുവരിയിൽ അന്തരിച്ച കഥകളി മേള ആചാര്യൻ ആയാംകുടി കുട്ടപ്പ മാരാർ. അപ്പോൾ ആരാണ് ആയാംകുടി കുട്ടപ്പ മാരാർ?
2024 ജനുവരിയിൽ അന്തരിച്ച കഥകളി മേള ആചാര്യനാണ് ആയാങ്കുടി കുട്ടപ്പമാരാർ. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ ആദ്യ രാജ്യം USA ആണ്. അത് കൊള്ളാം അല്ലേ? നൈട്രജൻ വാതകം, അത് വ്യത്യസ്തമായ ഒരു പോയിന്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ ആദ്യ രാജ്യം USA ആണ്. ചൊവ്വയെക്കുറിച്ചുള്ള പഠനത്തിനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യമാണ് മാഗി അല്ലെ? മാഗി എന്താണ്? മാർസ് ഏരിയൽ ആൻഡ് ഗ്രൗണ്ട് ഗ്ലോബൽ ഇന്റലിജൻസ് എക്സ്പ്ലോറർ എന്നാണ് മാഗിയുടെ ഫുൾ ഫോം. മാർസ് ഏരിയൽ അല്ലെ? മാർസ് ഏരിയൽ ആൻഡ് ഗ്രൗണ്ട് ഗ്ലോബൽ ഇന്റലിജൻസ് എക്സ്പ്ലോറർ, അതാണ് മാഗി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചൊവ്വയെക്കുറിച്ചുള്ള പഠനത്തിനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യമാണ് മാഗി. 2024 ജനുവരിയിൽ അന്തരിച്ച ഗായികയും സംഗീതജ്ഞനുമായ വ്യക്തിയാണ് ഭാവതാരിണി ഇളയരാജ എന്ന് പറയുന്നത് അല്ലേ? ഇളയരാജയുടെ മകളല്ലേ ഇത്, ഭാവതാരിണി ഇളയരാജ. 2024 ജനുവരിയിൽ അന്തരിച്ച ഗായികയും സംഗീതജ്ഞയുമായ വ്യക്തിയാണ് ഭാവതാരിണി ഇളയരാജ. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ പുതിയ പേരാണ് അടൽ സേതു. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ പുതിയ പേരാണ് അടൽ സേതു. മുംബൈയിലെ ശിവഗിരി മുതൽ നവി മുംബൈയിലെ നാവസേവ വരെ നീളുന്ന പാലത്തിന്റെ നീളം 22 കിലോമീറ്റർ ആണ്. പാലത്തിന്റെ 16.5 കിലോമീറ്റർ ആണ് കടലിന് മുകളിലൂടെ പോകുന്നത്. അടൽ സേതു ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നമ്മൾ കുറച്ചുകൂടെ എടുക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം, അല്ലെങ്കിൽ നമുക്ക് മടുപ്പാകും. അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്കി ഇടാം, പരമാവധി വേഗത്തിൽ തീർക്കാം. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, രാജ്യത്തെ ആദ്യത്തെ സോളാർ ബജറ്റ് ക്രൂയിസ് ബോട്ടായ ഇന്ദ്ര എവിടെയാണ് നീറ്റിലിറക്കിയത്? ഇത് ആലപ്പുഴയിലാണ്. രാജ്യത്തെ ആദ്യത്തെ, ഇന്ത്യയിലെ തന്നെയാണ് കേട്ടോ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെയാണ്. രാജ്യത്തെ ആദ്യത്തെ സോളാർ ബജറ്റ് ക്രൂയിസ് ബോട്ടായ ഇന്ദ്ര എവിടെയാണ് നീറ്റിലിറക്കിയത്? ആലപ്പുഴയിൽ. 2023-24 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ ജില്ലയാണ്. 2023-24 അതായത് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ ജില്ലയാണ്. കോഴിക്കോട് ജില്ല 2ാം സ്ഥാനവും പാലക്കാട് ജില്ല 3ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. കോഴിക്കോട്, അപ്പോൾ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, അങ്ങനെയാണ് ഓർഡർ. 1ാം സ്ഥാനം കണ്ണൂർ, കോഴിക്കോട് 2, പാലക്കാട് 3. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ചോദിക്കാൻ സാധ്യതയുണ്ട്. ബ്രിക്സ് സമിതിയിൽ പുതുതായി അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ അല്ലെ? ഈ ബ്രിക്സ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഡ് പഴയ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ PSC ബുള്ളറ്റിനില്ലേ, PSC ബുള്ളറ്റിൻ ഓരോ മാസം 2 ഇറങ്ങുന്നുണ്ട്. അത് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ PSC ബുള്ളറ്റിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പ്ലേലിസ്റ്റിൽ കുറേ ടോപ്പിക് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് 2024, കറണ്ട് അഫയേഴ്സ് ബുള്ളറ്റിൻ 2023, അതേപോലെ ടോപ്പിക്കുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. IT അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്യണം കേട്ടോ, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ 2023 മെയ് മുതൽ 2024 മാർച്ച് വരെയുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് PSC ബുള്ളറ്റിനിൽ. അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിൽ പറയുന്നുണ്ട് ഇതെങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ളത്. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE അല്ലെ, ഇത്രയും രാജ്യങ്ങളാണ് ബ്രിക്സ് സമിതിയിൽ പുതുതായി അംഗത്വം ലഭിച്ചിട്ടുള്ളത്. ബ്രിക്സിന്റെ പുതിയ അംഗബലം എന്ന് പറയുന്നത് 10 ആണ് അല്ലെ, 10 അംഗബലം അല്ലെ. ബ്രിക്സിന്റെ പുതിയ അംഗബലം എന്ന് പറയുന്നത് 10 ആണ്. 5 5 10. 2024 ജനുവരിയിൽ അന്തരിച്ച ഇതിഹാസ ജർമ്മൻ ഫുട്ബോൾ താരമാണ് ബെക്കൻ ബോവർ. എനിക്ക് നമ്മൾ PSC ബുള്ളറ്റിൻ മാസം നമ്മൾ പഠിച്ചു പോയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമാണ്. ഓൾറെഡി ഇതൊക്കെ ബെക്കൻ ബോവറൊക്കെ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ എന്ന് പറയുന്നത് വിഫയാണ്. വിഫ അല്ലെ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആ ഒരു ഐഡന്റിറ്റി അംഗീകരിച്ചു വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ എന്ന് പറയുന്നത് വിഫയാണ്. വിഫ 2023 കളിയച്ചൻ അവാർഡ് നേടിയത് കലാമണ്ഡലം ഗോപിയാണ്. കളിയച്ചൻ അവാർഡ് നേടിയത് കലാമണ്ഡലം ഗോപിയാണ്. 2023 കളിയച്ചൻ അവാർഡ് നേടിയത് കലാമണ്ഡലം ഗോപി. തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് നൽകിയിരിക്കുന്ന പേര് BR അംബേദ്കർ പ്രജാഭവൻ എന്നാണ്. BR അംബേദ്കർ പ്രജാഭവൻ എന്നാണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് നൽകിയിരിക്കുന്ന പേര്. അടുത്തത്, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതനായത് എസ് ശ്രീകല. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് എസ് ശ്രീകല. കേരളം സന്തോഷ് ട്രോഫി നേടിയതിന്റെ എത്രാമത് വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 53ാമത് വാർഷികം. 50ാമത് വാർഷികം. 2023 ആഘോഷിച്ചത് 50ാമത് വാർഷികമാണ്. കേരളം സന്തോഷ് ട്രോഫി നേടിയതിന്റെ എത്രാമത് വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 1973 തോന്നുന്നു ആദ്യമായിട്ട് കിട്ടുന്നത്. അത് വെച്ചിങ്ങോട്ട് നോക്കുമ്പോൾ 50 വർഷമായിട്ടുണ്ട് അല്ലേ.
ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി 2024 ജനുവരി 1 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ഇതൊന്ന് നോട്ട് ചെയ്തോണേ. നമ്മുടെ പുതുവത്സരത്തിൽ തന്നെയാണ് ഈ ഒരു ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. അതും PSLV C-58 റോക്കറ്റാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. C-58 ഓർക്കണം. എക്സ്പോസാറ്റ് PSLV C-58 ഇത് രണ്ടും ഓർക്കണം. ഡേറ്റ് ജനുവരി 1 2024 ജനുവരി 1 പുതുവർഷത്തിൽ. എന്തിനാണ്? ബഹിരാകാശ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. എന്താണ്? ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി 2024 ജനുവരി 1 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് PSLV C-58 റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത റെയിൽവേയുടെ പുഷ് പുൾ ട്രെയിൻ സർവീസാണ് അമൃത് ഭാരത്. അപ്പോൾ അടുത്തത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന. ആ പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് എന്നറിയപ്പെടുന്നത്, അല്ലേ? ഓപ്പറേഷൻ അമൃത്. ഇപ്പോൾ എന്താണ് ഓപ്പറേഷൻ അമൃത്? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപഭോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. രാജ്യാന്തര ക്രിക്കറ്റിൽ 7 കലണ്ടർ വർഷങ്ങളിൽ 2000-ന് മുകളിൽ സ്കോർ ചെയ്യുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. നല്ല ഫോം ആയിട്ടുള്ള ബാറ്റ്സ്മാനാണല്ലോ, ഇപ്പോഴും ഫോം ഔട്ട് ആകാത്ത ബാറ്റ്സ്മാനാണ്, പക്കയാണ് അല്ലേ? രാജ്യാന്തര ക്രിക്കറ്റിൽ 7 കലണ്ടർ വർഷങ്ങളിൽ 2000-ന് മുകളിൽ സ്കോർ ചെയ്യുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണ്. ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരമാണ് ഡേവിഡ് വാർണർ ടെസ്റ്റിൽ നിന്നും അതേപോലെ ഏകദിനത്തിൽ നിന്നും വിരമിച്ചു, അല്ലേ? ഡേവിഡ് വാർണറെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? നമ്മുടെ ഒരു സിനിമ ഉണ്ട്, അല്ലു അർജുൻ്റെ സിനിമയുടെ ആ പാട്ടിന് ആ കാല് വലിച്ചു വെച്ച് വെക്കുന്നില്ലേ, ആ പാട്ടിന് നൃത്തം വയ്ക്കുന്ന പോലെ അതേ സ്റ്റെപ്പ് കാണിച്ച ഡേവിഡ് വാർണർ സോഷ്യൽ മീഡിയയിൽ താരമായിരുന്നു, അല്ലേ? അപ്പോൾ അടുത്ത ഇത് ചൈനയുടെ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിതനായ മുൻ നാവികസേനാ മേധാവിയാണ് ഡോങ് ജാൻ. ചൈനയുടെ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിതനായ മുൻ നാവികസേനാ മേധാവിയാണ് ഡോങ് ജാൻ. അടുത്തിടെ അന്തരിച്ച കളിക്കാരനായും പരിശീലകനായും ഫുട്ബോൾ ലോകകപ്പ് നേടിയ താരമാണ് മാരിയോ സഗാലോ. അടുത്തിടെ അന്തരിച്ച കളിക്കാരനായും പരിശീലകനായും ഫുട്ബോൾ ലോകകപ്പ് നേടിയ താരമാണ് മാരിയോ സഗാലോ. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 150 വിക്കറ്റ് തികച്ച ആദ്യത്തെ താരം ടീം സൗത്തിയാണ്. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 150 വിക്കറ്റ് തികച്ച ആദ്യത്തെ താരം ടീം സൗത്തി. തായ്വാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവാണ് ലൈ ചിങ് തേ. തായ്വാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവാണ് ലൈ ചിങ് തേ. നമുക്ക് ഇന്ന് ഇത്രയും പഠിക്കാം. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന കൂടുതൽ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറേയൊക്കെ നമുക്ക് മടുപ്പായിട്ട് തോന്നും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ കുറേശ്ശെ പഠിക്കുക. ഇന്നിത് ആദ്യം ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2x സ്പീഡിലിട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് പതിപ്പിക്കുക. ഇതിൻ്റെയൊക്കെ പരീക്ഷ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ ചാനലിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കാണുന്ന കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ താങ്ക് യു.